കേരള സർവകലാശാല സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് VC ഗവർണർ കൈമാറി. റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാകും സെനറ്റ് യോഗം റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ഗവർണർ തീരുമാനമെടുക്കുക. MG പ്രതീഷാണ് വിവരങ്ങൾ ചെയ്യുന്നത്. പ്രതീഷ്, വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കൊക്കെ വിധേയമായേക്കാവുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന തീരുമാനവുമാണത്. പ്രതീഷ്. തീർച്ചയായും ഹാഷ്മി, കാരണം കഴിഞ്ഞയാഴ്ച കേരള സർവകലാശാലയിൽ ചേർന്ന സെനറ്റ് യോഗം സംഘർഷഭരിതമായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും VCയും പരസ്പരം കൊമ്പുകോർക്കുന്ന സാഹചര്യം പോലും സെനറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്നു. അത് പ്രധാനമായും ഈ അധ്യക്ഷ പദം അലങ്കരിക്കുന്നതിലെ തർക്കമായിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ VC ഗവർണർക്ക് കൈമാറിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, വൈസ് ചാൻസലറുടെ റിപ്പോർട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ട് എന്നതാണ്. കാരണം വൈസ് ചാൻസലർ എന്ന നിലയിൽ മന്ത്രി അധ്യക്ഷ പദം അലങ്കരിച്ചു. പക്ഷേ ഇത് ചട്ടവിരുദ്ധം എന്നതാണ് പ്രധാനമായും VCയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ ചട്ടലംഘനങ്ങൾ അടക്കം VC ഗവർണർക്ക് റിപ്പോർട്ടായി സമർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം UDF പ്രതിനിധികളും ഗവർണറുടെ നോമിനികളും നൽകിയ ഈ സെർച്ച് കമ്മിറ്റിയിലേക്കുള്ള അംഗങ്ങളുടെ ലിസ്റ്റും ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഗവർണറുടെ നടപടി അല്ലെങ്കിൽ എന്ത് നിലപാട് ഗവർണർ സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഈ റിപ്പോർട്ട് പഠിച്ച ശേഷം ഗവർണർക്ക് വേണമെങ്കിൽ ഈ സെനറ്റ് യോഗം റദ്ദാക്കാൻ കഴിയും. അങ്ങനെ റദ്ദാക്കിയാൽ ഈ സർവകലാശാല സെനറ്റ് അംഗങ്ങൾ പിന്നീട് കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെയെങ്കിൽ അത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സെർച്ച് കമ്മിറ്റിയിലേക്ക് അംഗങ്ങളെ വേണ്ട എന്നുള്ളൊരു പ്രമേയമാണ് അന്ന് ഇടത് അനുഭാവമുള്ള അംഗങ്ങളടക്കം അന്ന് സെനറ്റ് യോഗത്തിൽ പ്രമേയം പാസ്സാക്കിയത്. മന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു അത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയത്. പക്ഷേ അതിന് യാതൊരു തരത്തിലും അത് അജണ്ടയിൽ ഉണ്ടായിരുന്ന തീരുമാനമല്ല എന്നുള്ളൊരു പരാമർശം കൂടി VC ഗവർണർക്ക് കൈമാറിയ റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ഗവർണർ നടപടി സ്വീകരിക്കുക. നേരത്തെ തന്നെ ഈ സർവകലാശാല ഈ യോഗത്തിന്റെ മിനിറ്റ്സ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം ഗവർണർക്ക് കൈമാറിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ VC തന്നെ നേരിട്ടെത്തി അന്ന് നടന്ന സെനറ്റ് യോഗത്തിലെ വിശദാംശങ്ങൾ ഗവർണർക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഹാഷ്മി. യെസ്, MG പ്രതീഷാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ റിപ്പോർട്ടല്ലാതെ തുടർ ചർച്ചകളിലേക്ക് നയിക്കാവുന്ന ഒരു തീരുമാനമാണ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്നത്. അത് കാത്തിരുന്ന് കാണാം.